സുംബ പരിശീലക കൂടിയായിട്ടുള്ള ശ്രീമതി കവിത ചേരുന്നുണ്ട്. കവിത, ഞാൻ നേരത്തെ ശ്രീ ആരിഫ് സൂചിപ്പിച്ചതുപോലെ ഓരോ ചർച്ചയ്ക്കും ഓരോ സ്വഭാവമുണ്ട്, ഒരു പക്ഷം പിടിച്ചിട്ടൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ഇതൊരു മതത്തിന് നിരക്കാത്ത ഒന്ന് എന്ന നിലയിലായതുകൊണ്ട് തന്നെയാണ് എതിർക്കപ്പെടുന്നത് എന്ന് ഈ പാനലിൽ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ മതത്തിന് നിരക്കാത്തത് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയെയും പുരുഷനെയും ഒക്കെ വേർതിരിച്ച് നിർത്തുന്നതാകാം പ്രശ്നമെന്ന് തന്നെയാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. അത് തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും. പക്ഷേ ഇവിടെ താങ്കൾ തന്നെ ഒരു പരിശീലക എന്ന നിലയിൽ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് താങ്കൾ ഇരിക്കുമ്പോൾ താങ്കൾക്ക് ഈ സൂംബ പോലെയുള്ള കായിക ഫിറ്റ്നസ് ഇനങ്ങൾ എത്രത്തോളം ഹെൽപ്ഫുള്ളാകും നമ്മുടെ കുട്ടികൾക്ക്? അവിടെ ഈ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ആൺകുട്ടി പെൺകുട്ടി എന്ത് ചെയ്യുന്നുവെന്നോ പെൺകുട്ടി ആൺകുട്ടി എന്ത് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ അവർ തന്നെ പരസ്പരം ആൺകുട്ടി എന്ത് ചെയ്യുന്നു എന്നതൊക്കെയാണോ ശ്രദ്ധിക്കുക? അതിനപ്പുറത്ത് ഈ ഫിറ്റ്നസ്സിലായിരിക്കുമോ അവരുടെ ഫോക്കസ്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമ്മളിപ്പോ ഒരു മതത്തിനും അവരുടെ ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയോ ഒന്നും എതിർക്കുന്നില്ല. അതെല്ലാം വളരെയധികം റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സൂംബ ഫിറ്റ്നസ്, ഒന്നാമത് സൂംബ ഫിറ്റ്നസ് എന്നാന്നുള്ളത് തിരിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണ പലർക്കും ഇല്ല. അത് അറിയാത്തതിന്റെ ഒരു പ്രശ്നം നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോ ഈ സമുദായത്തിലുള്ളവർ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സമുദായത്തിൽ പെട്ട ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ വർഷങ്ങളായിട്ട് അവർ ക്ലാസ് എടുക്കുന്നതാണ്. അതിപ്പോ വലിയവരായാലും കുട്ടികളായാലും ഒക്കെ. ഇനി സ്കൂളുകളിലേക്ക് വരുമ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഡാൻസ് ചെയ്യാന്ന് പറയും നമ്മള്. അപ്പൊ ആനിവേഴ്സറികളിലും അതുപോലെ പ്രോഗ്രാമുകളിലും ഒക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടയിൽ തന്നെയല്ല പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതിനെ അവര് വേറെ തരത്തിലല്ല കാണുന്നത്. സൂംബ എന്ന ഫിറ്റ്നസിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനോ അവരെന്ത് ഡ്രസ് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്ത് ഡ്രസ് ഇരിക്കുന്നു ആൺകുട്ടി ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ആ മ്യൂസിക്, ആ റിതം, അതിനൊത്ത് അവര് നല്ല രീതിയിൽ ഒരു ഫിറ്റ്നസ് ആണ് അവിടെ ചെയ്യുന്നത്. അവര് മെന്റലി റിലാക്സ്ഡ് ആവുക, അവർക്ക് സ്ട്രെസ് റിലീഫ് കിട്ടുക. ഇത്ര മാത്രമാണ് മെയിൻ ആയിട്ട് ആ സൂംബ ഫിറ്റ്നസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അതൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ, ഒരു സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ് അവർക്ക് എല്ലാവർക്കും വരുന്നത്. ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കുട്ടികളിൽ. എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ ലഹരിക്കെതിരെ ഇവിടെ പറഞ്ഞ ലഹരി കംപ്ലീറ്റ് നമ്മൾ സൂംബ ചെയ്തത് കൊണ്ട് മാറും എന്നല്ല ഉദ്ദേശിക്കുന്നത്. കായികപരമായ കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ സൂംബ ഫിറ്റ്നസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികൾ കൂടുതൽ സമയം ഇപ്പൊ വേറെ ചിന്തകൾ വരാതിരിക്കാനും അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തിരിക്കാനും അല്ലെങ്കിൽ ഈ ലഹരിയിൽ അതിലോട്ട് ഇപ്പൊ സൂംബ ചെയ്തു എന്ന് വെച്ചാൽ അത് കഴിക്കലേ എന്നല്ല പറയണം. പക്ഷെ അവരെ മെന്റലി പ്രിപ്പയർ ആക്കുകയാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കാനും കൂടുതൽ മോശമായ ചിന്തകൾ വരാതിരിക്കാനും. ഇപ്പൊ പലതരത്തിലുള്ള ഇപ്പൊ സ്റ്റഡീസ് തന്നെയാണെങ്കിലും അതിന്റെ പ്രഷർ ഉണ്ടാവും കുട്ടികൾക്ക്, വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, എല്ലാ തരത്തിലും പല സ്ട്രെസ്സും ഉണ്ടെന്ന് ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവർ സൂംബ ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയാ, അത് നമുക്കിത് ചെയ്താൽ മാത്രമേ അത് പറയാൻ പറ്റൂ. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ഈ ഫിറ്റ്നസ് എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഈ പറയുന്നത് പോലെയുള്ള കോലാഹലങ്ങളൊക്കെ ഈ വിഷയത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു ആവശ്യമില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു ട്രെയിനർ എന്ന നിലയിൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്ര നല്ലൊരു ഫിറ്റ്നസ് ഫോർമാറ്റ് നമ്മുടെ നാട്ടുകളിൽ കുട്ടികൾക്ക് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് തന്നെ ഞങ്ങൾ ഇതിപ്പോ ഈ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും സത്യം ഞങ്ങൾക്ക് പുതിയ പുതിയ ന്യൂസാണ്. ഇതൊന്നും ഞങ്ങളെന്നല്ല, നമ്മളെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ലൈസൻസ് ട്രെയിനേഴ്സാണ്. നമുക്കറിയാം ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടോ? അതെയോ ഏതെങ്കിലും ഒരുപാട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ടീനേജേഴ്സ് ആയ കുട്ടികളുണ്ട്. അവരെല്ലാരും ആരവിടെ വരുന്നു അല്ലെങ്കിൽ അവര് വന്ന് ഡാൻസ് സൂംബ ഫിറ്റ്നസ് ചെയ്യുന്നു, അവരോട്ട് എൻജോയ് ചെയ്യുന്നു, പോകുന്നു. അല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങൾക്ക് ചിന്തയൊന്നുമില്ല. പിന്നെ അല്പവസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അല്പവസ്ത്രം നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ ഇപ്പം ട്രെയിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഇടും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മളിപ്പോ സ്കൂളുകളിൽ കുട്ടികളോട് അവർക്കൊരു യൂണിഫോം ഉണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. ഇപ്പൊ പുതിയ ഒരു ഇതല്ല സ്കൂളിലേക്ക്. നമ്മള് പല ഈവന്റ്സിനും സ്പോർട്സ് ഡേ അല്ലെങ്കിൽ ഹാർട്ട് ഡേയിലൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പൊ ഒക്കെ നമ്മൾ അവരവരുടെ യൂണിഫോമിൽ തന്നെയാണ് സൂംബ ചെയ്യുന്നത്. ശരി. ശ്രീ ഹിലാൽ, ഇവിടെ താങ്കൾ